ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സേവാനാഴി. ഇടിയപ്പം മാത്രമല്ല കേട്ടോ, മുറുക്ക്, പക്കാവട തുടങ്ങിയ സ്നാക്സ് ഉണ്ടാക്കാനും നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇടിയപ്പം ഉണ്ടാക്കാനും മുറുക്ക് ഉണ്ടാക്കാനും മാത്രമല്ലാതെ നമ്മുടെ ഈ സേവാനാഴി വെച്ചിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ? പൊടി നനയ്ക്കാതെ കുഴയ്ക്കാതെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് പുട്ടുണ്ടാക്കാനും നമുക്ക് ഈ സേവാനാഴി മാത്രം മതി. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇടിയപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കാനോ നമ്മൾ തലേ ദിവസം തന്നെ തീരുമാനിച്ച് വെക്കാറില്ലേ? അങ്ങനെയൊക്കെ തീരുമാനിക്കാറുണ്ടെങ്കിലും ഈ പയറും കടലയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാൻ നമ്മൾ മിക്കപ്പോഴും മറന്നു പോകാറുണ്ട്. ശരിയല്ലേ? എല്ലാവർക്കും തന്നെ പറ്റുന്ന ഒരു അബദ്ധമാണിത്. എനിക്കും പലപ്പോഴും പറ്റിയിട്ടുണ്ട് ഇങ്ങനെ. ഈ ഒരു ഒറ്റ സൂത്രം അറിഞ്ഞാൽ മാത്രം മതി. ഇനി കടലയും പയറും ഒന്നും തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതുമാത്രമല്ല, വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ കടലയും പയറും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുതിർത്തെടുക്കാം. രാവിലെ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പയറ് വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന കാര്യം ഞാൻ ഓർത്തത്. ഉടനെ തന്നെ ഞാൻ കുറച്ച് പയറെടുത്ത് കഴുകിയെടുത്തു. നന്നായിട്ട് കഴുകിയെടുത്ത പയറ് ഞാനൊരു കാസറോളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല വെട്ടി തെളിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കാസറോൾ അടച്ചതിന് ശേഷം ഏകദേശം അരമണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് കാസറോൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ കാസറോൾ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, തലേന്ന് വെള്ളത്തിട്ട് കുതിർത്തെടുത്ത പോലെ നമ്മുടെ പയറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതും വെറും അരമണിക്കൂർ കൊണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടാലോ? പുട്ടുകുടത്തിൽ വെച്ച് പുട്ടുണ്ടാക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു പ്രോബ്ലം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പുട്ടൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ആ പുട്ടുകുറ്റി പുട്ടുകുടത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് പുതിയ പുട്ടുകുടയൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ട് പുട്ടുകുറ്റി അവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്ന പുട്ടുകുറ്റിയിൽ നമ്മൾ ബലം പ്രയോഗിച്ച് പൊക്കുമ്പോൾ പുട്ടുകുടത്തോടു കൂടി അത് നമ്മുടെ ദേഹത്തേക്ക് വീഴാനും അപകടം വരാനുമുള്ള ചാൻസ് ഉണ്ട്. ഇതൊഴിവാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇങ്ങനൊരു സൂത്രം ചെയ്താൽ ഒട്ടും ബലം പിടിക്കാതെ തന്നെ നമ്മുടെ പുട്ടുകുറ്റി നമുക്ക് പുട്ടുകുടത്തിൽ നിന്നും വേർപെടുത്തെടുക്കാൻ സാധിക്കും. പുട്ട് വെന്തതിന് ശേഷം നമ്മൾ എടുക്കാറാവുന്ന സമയത്ത് ഇതുപോലെ ഒരു തവിയോ സ്പാറ്റുലയോ വെച്ച് പുട്ടുകുറ്റിയുടെ അടിഭാഗത്ത് ഈ കാണുന്ന ഭാഗത്ത് മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ പുട്ടുകുറ്റി വേർപെടുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ടൈറ്റായിട്ടിരിക്കുന്ന പുട്ടുകുറ്റിയും കുടത്തിൽ നിന്നും വളരെ ഈസി ആയിട്ട് തന്നെ ഊരിപ്പോരും. ഇനി പുട്ടുണ്ടാക്കുമ്പോൾ ഇത്തരം പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒന്നാണ് തണ്ണിമത്തൻ. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ തീർക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത്. തണ്ണിമത്തനൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇതിന്റെ സീഡ് കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരത് കഴിക്കാൻ കൂട്ടാക്കാറില്ല. ധാരാളം പോഷകങ്ങളൊക്കെ അടങ്ങിയ ഈ തണ്ണിമത്തൻ ജ്യൂസ് ആയിട്ടുണ്ടാക്കി കൊടുത്ത കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളും. എന്നാൽ മിക്സിയിലേക്ക് ഇട്ട് ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിന്റെ സീഡ് അരിഞ്ഞു ചേരും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സീഡ് ഒട്ടും തന്നെ അരിഞ്ഞു ചേരാതെ നല്ല അടിപൊളി വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സേവാനാഴി മാത്രം മതി. അതും കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും തണ്ണിമത്തൻ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സേവാനാഴി എടുത്തതിന് ശേഷം അതിൽ കിടക്കുന്ന ആ ഇടിയപ്പത്തിൻ്റെ ചില്ലില്ലേ, അതെടുത്ത് മാറ്റാം. ഇടിയപ്പത്തിൻ്റെ ചില്ലിൽ തീരെ ചെറിയ ഹോൾസ് ആയിരിക്കും. അത് നമുക്ക് പറ്റില്ല. കുറച്ചുകൂടി വലിയ ഹോൾസുള്ള ചില്ല് വേണം നമുക്കിതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പുട്ടുകുടത്തിൽ ചില്ലാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചില്ലിട്ടതിന് ശേഷം നമ്മളെ ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന തണ്ണിമത്തൻ കഷ്ണങ്ങൾ സേവാനാഴിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് നിറയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ തണ്ണിമത്തൻ കഷ്ണങ്ങളും സേവാനാഴിക്കുള്ളിലേക്ക് നിറച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സേവാനാഴി ഒന്ന് അടച്ചതിന് ശേഷം ഇടിയപ്പത്തിനൊക്കെ പിഴിയുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടോ, ടാപ്പിൽ നിന്ന് വീഴുന്നത് പോലെ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് പാത്രത്തിലേക്ക് വീഴുന്നത്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ അത്ര ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാം. ഇതൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചാൽ മതി. പിന്നീട് നല്ല ഇൻട്രസ്റ്റോടു കൂടി കുട്ടികൾ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളും. നമ്മൾ ആദ്യം ഇട്ട തണ്ണിമത്തൻ കഷ്ണങ്ങൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ഈ സേവാനാഴിയിലേക്ക് ഇട്ട് പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ മുഴുവൻ പീസും സേവാനാഴിയിലിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റ് എന്തോരുണ്ടെന്ന് നോക്കാം. കണ്ടോ, നമ്മൾ അത്രയും തണ്ണിമത്തൻ പീസ് പിഴിഞ്ഞെടുത്തിട്ടും ഇത്ര കുറച്ച് വേസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുമാത്രമല്ല, അതിൻ്റെ സീഡ് നോക്കിക്കേ, ഒന്ന് പൊട്ടുകയോ മുറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ നമ്മുടെ സേവാനാഴി ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കാതെ തന്നെ നല്ല ഫ്രഷ് വാട്ടർമെലൺ ജ്യൂസ് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത്, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സേവാനാഴി ഉണ്ടെങ്കിൽ പുട്ടുകുറ്റി ഇല്ലാതെ തന്നെ അതേ ഷേപ്പിന് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം. അതുമാത്രമല്ല, നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം വേണ്ട, അതുപോലെ തന്നെ കൈകൊണ്ട് നനയ്ക്കേണ്ട, കുഴയ്ക്കേണ്ട. അതുമാത്രമല്ല, ഇത് കഴിക്കാനായിട്ട് ഒരു കറിയും വേണ്ട. നല്ല ടേസ്റ്റുള്ള പഞ്ഞി പോലെ സോഫ്റ്റായ നമ്മുടെ സേവാനാഴി പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് കേട്ടോ. അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്ത അരിപ്പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിക്ക് വലിയ തരിയാണുള്ളത്, അതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ നൈസായ പൊടിയില്ലേ, അതുകൊണ്ട് നല്ല സോഫ്റ്റായ പഞ്ഞി പോലുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാകത്തിന് ഉപ്പിട്ട് ഇളക്കിയെടുത്ത പൊടി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ, ചോറ് ചേർക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴമാണ് കേട്ടോ. 1 കപ്പ് അരിപ്പൊടിക്ക് 1 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുക്കുന്നത്. പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ ഇതിനായിട്ട് നേന്ത്രപ്പഴം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെറുപഴമോ റോബസ്റ്റയോ ഏത് വേണേലും എടുക്കാം. നമ്മൾ മുറിച്ചെടുത്ത പഴത്തിൻ്റെ പകുതി മാത്രം ഈ അരിപ്പൊടിയിലേക്ക് ഇട്ടതിന് ശേഷം മിക്സിയിലേക്ക് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. പഴം മുഴുവനോടിട്ട് ഒറ്റ അടിക്കൊന്നും അരച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുട്ടുപൊടിക്ക് നനവ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ പൊടിക്കും ഓരോ നനവായിരിക്കും, അതുകൊണ്ട് പഴം കുറേശ്ശെ വീതം ഇട്ട് നമുക്ക് ഈ പൊടി ഒന്ന് നനച്ചെടുക്കാം. പകുതി പഴം ചേർത്ത് അരച്ചപ്പോൾ എൻ്റെ പൊടി പാകത്തിന് നനഞ്ഞു കിട്ടിയില്ല, അതുകൊണ്ട് ബാക്കി പഴം കൂടി ചേർത്ത് ഞാനിത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു പഴം മുഴുവനും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ പൊടി നല്ല പാകത്തിന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. പിന്നെ പുട്ടുകുടത്തിന് പകരമായിട്ട് നമ്മളിവിടെ പുട്ടുണ്ടാക്കുന്നത് സേവാനാഴിയിൽ വെച്ചിട്ടാണ്. സേവാനാഴിയിലേക്ക് ചില്ലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അധികം ഒന്നും അമർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഒന്ന് ചേർന്നിരിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നത്. അതിനു വേണ്ടി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ തട്ടെടുത്ത് പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ തട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ നിറച്ച് വെച്ചേക്കുന്ന സേവാനാഴിയില്ലേ, അത് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഒരു സ്പാറ്റുല കൊണ്ട് മുകൾ ഭാഗത്ത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊടിയും സേവാനാഴിയിൽ നിറച്ചതിന് ശേഷം നമുക്ക് ആ തട്ടിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം. ഞാനിവിടെ പൊടി മുഴുവനും സേവാനാഴിയിൽ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ലാഭിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പുട്ട് ഒറ്റയടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പുട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. സാധാ പുട്ട് വേവുന്ന അത്ര സമയം മതി കേട്ടോ ഇത് വേവിച്ചെടുക്കാനും. ചോറ് ചേർക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് നനയ്ക്കാതെ, കൈകൊണ്ട് കുഴയ്ക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പുട്ടാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് കഴിക്കാനായിട്ട് കറി ഒന്നും തന്നെ വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുട്ടാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്